ബേപ്പൂർ തീരത്തിന് സമീപത്ത് തീപിടിച്ച കപ്പലിലേക്ക് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററിൽ നിന്ന് രക്ഷാസംഘം ഇറങ്ങി. കപ്പലിനെ വടം കെട്ടി ടഗ് ബോട്ടിൽ ബന്ധിപ്പിച്ചു. കേരള തീരത്ത് നിന്ന് കൂടുതൽ അകലത്തേക്ക് കപ്പൽ മാറ്റാൻ ശ്രമം തുടങ്ങി. അർജുൻ രാജ ചേരുന്നു വിവരങ്ങളുമായി. അർജുൻ, ഇത്തരത്തിൽ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുന്നു. കൂടുതൽ അകലത്തിലേക്ക്, കേരള തീരത്തിന്റെ കൂടുതൽ അകലത്തിലേക്ക് ഈ ബോട്ട് മാറ്റുവാനുള്ള, കപ്പൽ മാറ്റുവാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കുന്നുണ്ട്? തീ പൂർണ്ണമായും അണഞ്ഞിട്ടുണ്ടോ? ലക്ഷ്മി, തീ പിടിച്ച വാനിഹായ് 503 സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിലെ ഒരു ദൗത്യമാണ് ഇപ്പോൾ രക്ഷാസംഘം പൂർത്തീകരിച്ചിരിക്കുന്നത്. മുൻഭാഗത്തെ തീ പിടിച്ച ഭാഗം അത് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ആ ഇടത്തേക്കാണ് MERC പോർബന്തറിലെ ഒരു സംഘം കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയത്. അത് ഇറങ്ങാനുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കപ്പലിന്റെ ഭാഗത്ത്, കൊളുത്തുള്ള ഭാഗത്ത് വലിയ വടം കെട്ടി അത് ടഗ് ബോട്ടിൽ ബന്ധിപ്പിക്കുകയാണ്. ടഗ് ബോട്ട് എന്ന് പറയുന്നത് ഈ കപ്പലുകളെ നീക്കാൻ ഉപയോഗിക്കുന്ന ബോട്ടുകളാണ്. അങ്ങനത്തെ ടഗ് ബോട്ട്, വാട്ടർ ലില്ലി എന്ന് പറയുന്ന ടഗ് ബോട്ടിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് നിർണായകമാണ്. കാരണം ഇത് കേരള തീരത്ത് നിന്ന് കുറെ കൂടി അകലത്തേക്ക് ഈ കപ്പലിനെ മാറ്റാൻ സഹായിക്കുന്ന നീക്കമാണ് ഇപ്പോൾ രക്ഷാസംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതീവ ദുഷ്കരമായിട്ട് രക്ഷാപ്രവർത്തനം എന്നുകൂടി ഇതിനെ പറയേണ്ടി വരും. കാരണം ഒരു ഭാഗത്ത് ഇപ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സാഹസികമായി രക്ഷാപ്രവർത്തകർ ഇപ്പോൾ അവിടെ ഇറങ്ങി അതിന്റെ കൊളുത്തു ഇട്ട് വലിയ വടം കെട്ടിക്കൊണ്ട് ടഗ് ബോട്ടുമായി ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ തന്നെ 95 കിലോമീറ്ററോളം അകലത്തിലാണ് കേരള തീരത്ത് നിന്ന് ഈ കപ്പൽ ഇപ്പോഴുള്ളത്. അത് ഇനി കുറെ കൂടി ഉള്ളിലേക്ക് കൊണ്ടുപോകാനാണ് രക്ഷാപ്രവർത്തകരുടെ നീക്കം. അത് കേരള തീരത്തെ കുറിച്ചും കുറെ കൂടി ആശ്വാസകരമാണ്. കാരണം അത് ആശങ്ക കേരള തീരത്ത് നിന്ന് ഒഴിയുന്നതിന്റെ കൂടി സൂചനയായിട്ട് വേണം കാണാൻ. അത്തരത്തിലുള്ള നീക്കം ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള തീരത്തേക്ക് ഇതിന്റെ അപകടം ഇനി കുറെ കൂടി കുറയുമെന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള വലിയ ദുഷ്കരമായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഈ MERC പോർബന്തറിലെ സംഘം പൂർത്തീകരിച്ചിരിക്കുന്നത്. അത് തീർച്ചയായും അത്യന്തം ദുഷ്കരവും നിർണായകവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അർജുൻ രാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.